വിജയപാലേ? ഞാൻ വിജയപാല. നമ്മുടെ ഫുഡ് മേടിക്കാൻ വന്നപ്പോൾ അവസ്ഥ എങ്ങനെ? നമ്മുടെ ബസ് ചെയ്തിട്ട് വന്നില്ല. 2 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ ഒരു ചായ കുടിക്കാന്ന് വെച്ച് ചായക്കട വാങ്ങാം. നട്ടിച്ച സമയത്ത് അതായത് നമ്മുടെ നാട്ടിലെ ഈ സാധനമൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ 1 മണിയായി സമയമായി. 1 മണിയല്ലേ, 2 മണി 2:30ആയി. കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടോ? പരിപാടിയൊക്കെ അടിപൊളി. അപ്പോൾ ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഫുഡിനൊക്കെ നോക്കാം. നമ്മുടെ ഫുഡ് മേടിക്കാൻ വന്നപ്പോൾ അവസ്ഥയാണ്. 3 വണ്ടി, അതിപ്പോ 2 വണ്ടി തീർന്നു. ഇനി ആകാത്ത ഈ ഒരു വണ്ടി കൂടി ഉള്ളൂ. എന്നാ ചെയ്യുന്നത്? നമുക്കിനകത്ത് കയറണോ? വേണ്ട, പുറത്ത് കഴിക്കാം. നല്ല ഫുഡായിരുന്നു. അവരെ വേണ്ടി വെയിറ്റ് ചെയ്തു. അത് ഞങ്ങളെ പറ്റിച്ച് ബിസ്ക്കറ്റ് മേടിച്ചാൽ കഴിഞ്ഞു. ഫുഡ് നോക്കി ഇറങ്ങി. പക്ഷെ ഇതിനകത്ത് ടെസ്റ്റ് വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാതെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് അവർ ഞങ്ങളെ പറ്റിയാക്കി. മര്യാദക്ക് കഴിക്കാതെ പിന്നെ ലോയലായി പോയി. പണ്ടോട്ടെ അവര് കഴിച്ചോട്ടെ, ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞു. ഞങ്ങള് ഒരു ചായ കുടിച്ചിട്ട് വന്നിട്ട് അവരായിട്ട് ഫുഡ് കഴിച്ചിട്ടിരിക്കുക. നിങ്ങൾ കഴിച്ചില്ല എന്നൊക്കെ എന്താ ചെയ്യാനാ? ഞങ്ങൾ ഇപ്പോൾ വല്ല ബിസ്ക്കറ്റോ വല്ല കിട്ടോ നോക്കാനായിട്ട് ഇറങ്ങിയതാ. പക്ഷെ നമ്മളിത് മജസ്റ്റിക്കിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ നല്ല ഫുഡ് കഴിക്കും കേട്ടോ. നമ്മൾ ഇവിടെ വേറൊരു സ്പോട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് മേടിക്കാം. അപ്പോൾ ഇപ്പോൾ ലൈറ്റായിട്ട് കഴിക്കാമെന്ന് ഓർത്തോണ്ട് നമുക്ക് മജസ്റ്റിക്കിൽ ചെന്നിട്ട് നമുക്ക് വേറെ നല്ല ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മളിത് ഒരെണ്ണം മേടിച്ചുള്ളൂ. ഇത് നമുക്കൊന്ന് പയ്യെ ഷെയറൊക്കെ ആക്കി അങ്ങ് കൈയിട്ട് വാരി കഴിക്കാം. അവിടെ എങ്ങനെ ഉണ്ട്? വടയില്ലേ? വട വെച്ചോ? ഒരു വടയുള്ളോ? അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരെണ്ണം മേടിച്ചുള്ളൂ. എവിടെ പോയിരിക്കാം? നമുക്കെന്നാ അവിടെ ആ മരത്തിന് വേണ്ടി പോയിരിക്കണം. നല്ല കിണ്ണ സ്പോട്ടാ കേട്ടോ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട്. നോക്കിയേ എന്താ ആംബിയൻസ് നോക്ക്. ഇത് നമ്മളെ ചതിച്ചത് 3 പേര് പൈസ കൊടുത്ത് മേടിച്ച് ഫുഡ് അവിടെ രക്ഷയില്ല. 2 പേർ കൂടി ഒന്ന് മേടിച്ച്. ഇത് മറ്റേ ലെമൺ റൈസ് ആയിരിക്കും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ ഇപ്പൊ വിശന്നിരിക്കുമ്പോ ഏത് സാധനം കഴിച്ചത് കൊടുക്കുന്ന രുചിയാ. അതൊന്നും കുഴപ്പമില്ല. ഈ ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ചൊരു ടേസ്റ്റ്, കുറുക്കുറോടെ ഒക്കെ ടേസ്റ്റാ. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്ക്. അടിപൊളിയാ. ഇതല്ലേ മറ്റേ സാധനം തക്കാളി ചോറ്. ഇവരാണ് എല്ലാം ഞങ്ങളെ കൂട്ടാതെ പോയി വിളിച്ചതാ. ഞങ്ങളുടെ തിരക്ക് പോലും ഇല്ലായിരുന്നു. അപ്പഴാ വിളിച്ചത്. ഇല്ല, നിങ്ങൾ വന്നില്ല. ഞങ്ങൾ ഇവിടെ നിൽക്കുമല്ലേ. ഞങ്ങള് നിങ്ങൾ കാണാത്തോടെ പക്ഷെ ഒന്ന് ചോദിക്കായിരുന്നു നിങ്ങൾ കഴിച്ചോന്നൊക്കെ. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഇവരോട് ഒന്ന് സംസാരിക്കും. അപ്പൊ ഞാൻ ഇവരെ ഒന്ന് വിളിച്ചിട്ട് ചേട്ടൻ കഴിക്കാൻ വിളിച്ചെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ നേരെ എന്നാൽ ചേട്ടൻ കഴിക്കാൻ വിളിച്ചല്ലോ ഞങ്ങൾ ഇന്ന് ചെന്നപ്പോൾ അവിടെ കൊടുക്കുന്ന തിരക്ക്. ചേട്ടനും തപ്പ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഉദ്ഘാടനം ചെയ്യും. ഇപ്പം ഈ റോഡ് ഉണ്ടാക്കിയതിനേക്കാളും പൈസ കഴിക്കണം. വിജയപാലല്ലേ? ഞാൻ വിജയപാല. അതൊക്കെ അത്രേ ഉള്ളൂ. ആര് ട്രെയിനെ പിടിക്കാൻ വേണ്ടി വെള്ളത്തിലോട്ട് ചങ്ങടിച്ച് ചാടുക. ആക്സിലേറ്റർ കടിച്ചു പിടിച്ചു കടിച്ചു വലിച്ചു പിടിച്ചിട്ട്. നീ വിജയാണോ സൂര്യയാണോ? ഇനിയിപ്പോ അത് പറഞ്ഞാൽ ഈ ഫോട്ടോക്കാണ് പുള്ളി ബാംഗ്ലൂർ സിറ്റി ഉണ്ടാക്കിയത്. ഈ പുള്ളിയാണ് ഇന്ന് വന്നത്. ഈ പുള്ളിയാണ് ഇവിടുത്തെ മിനിസ്റ്റർ. അതുകൊണ്ടാണ് പുള്ളി ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. പുള്ളിയുടെ പേര് വായിക്കാൻ വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയില്ല കേട്ടോ. അങ്ങനെ അല്ല, ഞാൻ ഇതാർക്കും അറിയത്തില്ലാത്ത മിനിസ്റ്ററിനല്ലേ. അത് ഞാൻ പറഞ്ഞു തരത്തില്ല. ഇപ്പൊ 4:30 അപ്പൊ നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു കയറുക. അപ്പൊ നമ്മൾ ട്രെയിനല്ല പോകുന്നത്, നമ്മൾ ബസ്സിനാ പോകുന്നത്. എന്താ വെച്ചാൽ ഇപ്പൊ ശനിയാഴ്ചയൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിപ്പോ ഇവിടെ സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു. എന്തോ കൊമ്മഘാട്ട് അങ്ങനെ ഉണ്ടോ, അതായത് ബാംഗ്ലൂരിലത്തെ തന്നെ ഒട്ടും ഡെവലപ്പ് അല്ലാത്തൊരു ഏരിയ ഇത്. ഇവിടെ കടകളോ കാര്യങ്ങളോ ഒന്നും ഈ ഏരിയയിലൊന്നും ഇല്ല. ആകെയുള്ള ചെറിയൊരു ചായക്കട, അവിടെ വേറെ സാധനമൊന്നും ഇല്ല. പ്രോഗ്രാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയ ഹൈവേ കാര്യങ്ങൾ കാണുന്നത് കണ്ടോ. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ കാര്യങ്ങളായിരുന്നു. അപ്പം അത്രയും, അതായത് ഇവിടെ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഒരു ഏരിയയിൽ ഇത്ര നല്ല റോഡും കാര്യങ്ങളൊക്കെ അത് ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ മിനിസ്റ്റർ ഇതാണ് ഇവിടുത്തെ മിനിസ്റ്റർ. ഇത്
അപ്പോൾ ആള് വന്ന് ചെയ്തത്. അപ്പോൾ 7 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് പരിപാടി തുടങ്ങിയപ്പോൾ 10 മണിയൊക്കെ ആയി. 10 മണിയായി സാധാരണ വേഷത്തിനായിരുന്നു. അപ്പം എല്ലാ വേഷം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് കൂടുതലും വേഷം കാര്യങ്ങളും കഥകളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഒന്ന് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊന്ന് പെർഫോം ഒക്കെ ചെയ്യേണ്ടി വന്നായിരുന്നു. ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഈ ഫോണൊന്ന് ചാർജ് ആക്കാനായിട്ടാണ്. കാരണം ഇവിടെ വേറെ ഒരു എക്സ്റ്റൻഷൻ ബോർഡോ ഒരു സ്വിച്ച് ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ അടുത്തിവിടെ ഒരു വീടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ആണെന്ന് പോയി നോക്കും ഫോണൊന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നടക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ആ സ്ഥലത്തു നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതെ നമ്മൾ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഒരു റൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വയ്യങ്ങ് നടക്കാം. അത് ഇവിടെ കടകളും കാര്യങ്ങളും കുറച്ച് ആൾക്കാരും ബഹളമൊക്കെ ആയി തുടങ്ങി കേട്ടോ. നമ്മൾ 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നടന്ന് ഒരു 2 കിലോമീറ്റർ അടുത്ത് എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങ് ദൂരെ നമുക്ക് ചെല്ലേണ്ട സ്ഥലം കണ്ടു. അപ്പോൾ അവിടെയാണ്. അപ്പോൾ അതുകൂടെ നടക്കുമ്പം ഒരു 3 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് നടന്നിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ അതിൽ പോകുന്നുണ്ട്. ആണോ? അല്ല അതിന് ബസ്സുണ്ട് എപ്പോഴും. അല്ല അവിടുന്ന് ലെഫ്റ്റ് പോയാലേ ബസ് സ്റ്റാൻഡ് 2 കിലോമീറ്റർ. മെട്രോ വേണോ ബസ് വേണോ? ഏതാ ഇവിടെ നമ്മൾ പോവാൻ? ഇവിടെ മെട്രോ പോയിട്ട് ഓട്ടോ അല്ല, ഇവിടെ 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിച്ചേ. ഇവിടെ നിന്നല്ല, അവിടെ ചെന്നിട്ട് 2 കിലോമീറ്റർ മെട്രോ വേണോ ബസ് വേണോ? മെട്രോ ആയിരിക്കും ഭേദം. ഓക്കെ, നിന്റെ അഭിപ്രായം എന്നാ? നിന്റെ നീയാ പറഞ്ഞേ നേരത്തെ പോകണ്ട, കയ്യടെ കിടക്കാതെ പറഞ്ഞത്. നേരത്തെ ഞങ്ങൾ മെജസ്റ്റിക് വരെ മെട്രോ ഉണ്ടോ? എന്നാ മെട്രോയ്ക്കോ അതാ ലാഭം. മെട്രോക്ക് നമുക്ക് പോകാം. മെട്രോ ഓക്കെ. അപ്പോഴേ പറഞ്ഞല്ലായിരുന്നു ഓട്ടോ വിളിച്ചൊക്കെ വരെ പോകാതെ. 1/2 കിലോമീറ്റർ നിന്ന് പുള്ളിയെ പറഞ്ഞ പുള്ളി പുറകെ 1/2 കിലോമീറ്റർ നമ്മുടെ ഓട്ടോ കയറുന്നത്. ഈ വഴി പണിയായോണ്ടാണ് ഇതിങ്ങനെ വന്നത്. അല്ലെങ്കിൽ നമ്മള് നേരത്തെ ഇച്ചിരി നമ്മള് നടന്നല്ലേ പോകുന്നത്. അപ്പൊ ഈ വഴി പഠിച്ചാലില്ല. ഈ വഴി ഇവിടെ വണ്ടി വന്നോണ്ടിരുന്നതാണ്. ഇപ്പൊ ഈ വഴി പണിയായോണ്ട് ഇങ്ങോട്ട് കയറ്റി വണ്ടി കയറ്റത്തില്ല. വണ്ടിക്കാരെ അവിടെ നോക്കണ്ടേ? നമ്മളെ കേരളപ്പുര അല്ല അവിടെ ബസ്സുണ്ട് ഉണ്ടല്ലോ. എന്നാ അങ്ങനെ പോകാം. നീയല്ലേ പറഞ്ഞ മെട്രോ? ഇവിടെ അടുത്തൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് 2 ഓട്ടോ വിളിച്ച് പോകാം. അപ്പോൾ ഊബർ വിളിച്ചിട്ടുണ്ട്. അപ്പം വരും. അതാണെങ്കിൽ നമുക്ക് മെട്രോ സ്റ്റേഷന് നേരെ മജസ്റ്റിക്കിലോട്ട് പോകാമല്ലോ. വണ്ടി ഞാൻ തോന്നുന്നു വരുന്നുണ്ട്. ഓട്ടോ കയറിയിട്ടുണ്ട്. നമുക്കിതിപ്പം അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ 3 പേരെ ഇപ്പം ഇതിനകത്തുണ്ട്. പിന്നെ ഒരു വണ്ടി കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബാക്കി അവരോട് വരും. ഒരു മുന്നേ എത്തും കേട്ടോ. അവരാദ്യമേ എത്തും. നേരെ നമ്മള് സെക്കൻഡ് റൗണ്ടിൽ പെട്ടിയിലെടുത്തോ പോ. ബ്ലോക്കായി. 9 മണിക്കാ നമ്മുടെ ബസ്സിന്റെ ടൈം എന്നോർത്തിരിക്കുവായിരുന്നു. ഇപ്പൊ നോക്കിയപ്പോൾ 7:30. അപ്പൊ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോലും ടൈം കിട്ടുമെന്ന് അറിയത്തില്ല. നമുക്ക് പെട്ടെന്ന് കയറേണ്ടി വരും. ഇപ്പൊ നമ്മളിത് മെട്രോയിൽ നിന്നൊരു കുറേ സ്റ്റോപ്പ് ഉണ്ട് മജസ്റ്റിക്കിലോട്ട്. എന്തായാലും നോക്കാം കിട്ടുമോ ഇല്ലോ എന്നൊക്കെ നമുക്ക് നോക്കാം. മജസ്റ്റിക്കിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫുഡ് മേടിക്കണം. പിന്നെ നമുക്ക് നേരെ പോയി ബസ്സിലേക്ക് കയറാം. അപ്പം പെട്ടെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റാൻഡിലോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിച്ച് പെട്ടെന്ന് ഊബർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബസ് കണ്ടുപിടിക്കാൻ പോവാം. 7:20 നമുക്ക് 7:30 ബസ് അവിടെ നിന്ന് എടുക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ബസ്സൊക്കെ കയറണം. അതുപോലെ അതിന് അവരിനി വേറൊരു വണ്ടി വിളിച്ച് വരാനുമുണ്ട്. എന്നാ പറഞ്ഞു? നമ്മുടെ ബസ് ഇതിലായിട്ടും വന്നില്ല. ഇനി ബസ് പോയോന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാവരും നല്ല ടെൻഷനൊക്കെ അടിച്ച് നിൽക്കുക. കരഞ്ഞിരിക്കുക. ബസ്സേ കയറി. അപ്പൊ നമ്മള് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടില്ല ഇങ്ങനെ പരിപാടിക്ക് വന്നിട്ട് ബസ്സേ കയറിയിട്ട് പോകും. വൈറ്റില് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നേരെ ബസ് പിടിച്ച് നേരെ പോകാം. വണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി നേരെ വണ്ടി കയറി നമുക്ക് നേരെ ഏറ്റുമാനൂർ പോയി ഇറങ്ങാം. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്ന ബസ്സിന്റെ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അപ്പം രാവിലെ എണീറ്റ് എല്ലാവരും. ഓക്കെ നമ്മള് ഏറ്റുമാനൂർ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ബസ്സിൽ പോകുന്ന കാര്യമൊന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ അവരവിടെ മുട്ടേറയിൽ ഇറങ്ങി. കാരണം അവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് അവർ ഇറങ്ങുന്ന കാര്യമൊന്നും കാണിക്കാനും പറ്റിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓട്ടോ വിളിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകാം. കാരണം അവിടെയാണല്ലോ നമ്മുടെ ബൈക്കൊക്കെ ഉണ്ട്. ഓട്ടോ കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ നേരെ
നമുക്ക് പാർക്കിങ്ങിൽ പോയി ബൈക്ക് എടുക്കാം, എന്നിട്ട് നേരെ വീട്ടിൽ പോകാം. ആ രാവിലെ വെച്ചതാ, വെളുപ്പിന് 6 മണിക്ക് ആയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഈ കേരളത്തിലെ കലാരൂപങ്ങളാണ് കൂടുതൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന അപ്പം നാട്ടിൽ അല്ലാതെ വഴിപാടായിട്ട് വ്രതം കാര്യങ്ങളൊക്കെ എടുത്ത് എങ്ങനെ അല്ല വിദേശത്തല്ല, ഇതിപ്പോൾ ബാംഗ്ലൂരൊക്കെ അവിടെ ഈ പ്രോഗ്രാമൊക്കെ മൊബൈലിനകത്തൊക്കെ കണ്ടിട്ടേ അങ്ങനെ വിളിക്കുന്നതാ. അപ്പോൾ ഇന്നാൾ വന്നപ്പോൾ ചേച്ചിയോടല്ലേ ഞാൻ അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ശരി എന്നാൽ പോകട്ടെ. ഓക്കെ. സ്യൂട്ട് കേസൊക്കെ അതേ വണ്ടിയൊക്കെ കെട്ടി. ഇനി പുറത്ത് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മഴ പെയ്താലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതിപ്പോൾ സ്യൂട്ട് കേസ് അതുകൊണ്ട് നനയത്തില്ല. അപ്പോൾ ഇത് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ ഈ സ്യൂട്ട് കേസ്. ഇത് പണ്ട് 2000 കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്, എല്ലാവരുടെ കയ്യിൽ കോമൺ ആയിട്ട് ഉണ്ടായിരുന്ന സംഭവം. അപ്പോൾ ഇതങ്ങനെ മഴ നനഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് കിട്ടാൻ നല്ല പാടാണ്. അപ്പോൾ എനിക്കിത് സാധനം വിഷ്ണു ചേട്ടാ ഫ്രീ ആയിട്ട് തന്നാ കേട്ടോ. അപ്പോൾ താങ്ക് യു വിഷ്ണു ചേട്ടാ. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയേക്കാം. അപ്പോൾ അത് നമ്മുടെ ബാംഗ്ലൂർ സീരീസ് വീഡിയോസ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.